ഗൈസ്, വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഇപ്പോൾ അവധിക്കാലല്ലേ, നമ്മളെല്ലാം വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. ഞാൻ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒളിച്ചോട്ടം എന്നാണ് ഈ കഥയുടെ പേര്. അതിൽ മെയിൻ റോള് പപ്പടത്തിനാണ് കേട്ടോ. നമുക്ക് കഥ കേട്ടാലോ. പപ്പട കൂട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു കിട്ടു പപ്പടത്തിൻ്റെ ആഗ്രഹം. നാണിയമ്മ പുറത്തിറങ്ങിയ തക്കത്തിന് അവൻ ഉരുണ്ടുരുണ്ട് ജനൽ വഴി ഒറ്റ ചാട്ടം. ഊണിന് മുമ്പ് എവിടേക്കെങ്കിലും രക്ഷപ്പെടണം. ഒരു പപ്പടമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വിശന്നു വലഞ്ഞ ചിന്നനെലി മനസ്സിൽ ചിന്തിച്ചതേയുള്ളൂ. ഠൊം! കിട്ടു അവൻ്റെ തലമണ്ടയ്ക്ക് പതിച്ചു. ആർത്തി പൂണ്ട ചിന്നൻ ഒരു കടിയും കടിച്ചു. അയ്യോ! ഒരു കഷ്ണം പോയ കിട്ടു നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ചിന്നൻ അത് കണ്ടത്. മണിയമ്പൂച്ച പതുങ്ങി പതുങ്ങി തൻ്റെ അടുത്തേക്ക് വരുന്നു. ചിന്നൻ പപ്പടം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടി അടുത്തുള്ള മാളത്തിലൊളിച്ചു. ഹാവൂ! കിട്ടു ആശ്വസിച്ചു. എലിയെ കിട്ടിയില്ലെങ്കിലും പപ്പടം കിട്ടിയല്ലോ. കിട്ടു ഉരുണ്ട് രക്ഷപ്പെടുന്നതിന് മുൻപ് മണിയമ്പൂച്ച ഒരു കടി കൊടുത്തു. കിട്ടുവിൻ്റെ നാലിലൊരു ഭാഗം അവൻ ശാപ്പിട്ടു. ബൗ ബൗ! അപ്പോഴാണ് പാണ്ടുപട്ടി കിട്ടുവിൻ്റെ രക്ഷയ്ക്ക് എത്തിയത്. മണിയമ്പൂച്ച ജീവനം കൊണ്ട് അടുത്തുള്ള മരത്തിൽ പാഞ്ഞു കയറി. ഹ ഹ ഹ ഹ ഹ! ഇത് കണ്ട കിട്ടുവിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം വന്ന പാണ്ഡു കിട്ടുവിനെ ഒറ്റക്കടി. അയ്യോ! കിട്ടു നിലവിളിച്ചു. പാണ്ഡു പോയ തക്കത്തിന് കിട്ടു പപ്പടം ഞൊണ്ടി ഞൊണ്ടി ഉരുണ്ട് പോയി അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. സോനു അണ്ണാൻ ഇതെല്ലാം മന്ദാര മരത്തിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ താഴെ ഇറങ്ങി വന്ന് കിട്ടുവിനെയും കൊണ്ട് മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ടപ്പ് ടപ്പ്! സോനു കിട്ടുവിൻ്റെ തലമണ്ടയ്ക്ക് തന്നെ 2 കടി കൊടുത്തു. കിട്ടു നിലവിളിക്കാൻ തുടങ്ങി. തിരിച്ച് അടുക്കളയിലേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ സോനു വിട്ടിട്ട് വേണ്ടേ. അപ്പോഴാണ് മരത്തിലിരുന്ന വളയം പാമ്പ് സോനുവിനെ പേടിപ്പിച്ചത്. സോനു അടുത്തുള്ള കൊമ്പിലേക്ക് ഒറ്റച്ചാട്ടം വെച്ച് കൊടുത്തു. പിടിവിട്ടപ്പോഴേക്കും കിട്ടു പറന്ന് വന്ന് മുറ്റത്ത് വീണു. കിട്ടുവിന് വളയനോട് നന്ദി തോന്നി. ഹാവൂ! ഇനി അടുക്കളയിലേക്ക് പോകാം. പക്ഷേ പലരുടെയും കടിയേറ്റ കിട്ടുവിന് ഉരുളാൻ പ്രയാസം തോന്നി. തേന്മാവിൻ്റെ കൊമ്പത്തിലിരുന്ന് കറുമ്പിക്കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം കറുമ്പിക്കാക്ക മിന്നൽ പോലെ പറന്നു വന്ന് കിട്ടുവിനെ കൊക്കിലൊതുക്കി. കൊക്കോ 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 കൊക്കൊരക്കോ! മക്കൾക്ക് തീറ്റ കൊടുത്തുകൊണ്ട് മുറ്റത്ത് നിന്ന വെള്ളച്ചിക്കോഴിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ ബഹളം വെച്ചുകൊണ്ട് കറുമ്പിക്ക് പിന്നാലെ പറന്നു. ഡിം! ബഹളത്തിനിടയിൽ കിട്ടു പൊട്ടി താഴേക്ക് വീണു. ഭാഗ്യത്തിന് വീടിൻ്റെ അടുക്കളയുടെ ചിമ്മിനിയിലേക്കാണ് അവൻ പതിച്ചത്. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. കിട്ടു ചിമ്മിനിക്കുഴലിനുള്ളിലൂടെ അടുക്കളയിലേക്ക് എടുത്തൊറ്റൊരു ചാട്ടം. ഒത്തോ! അടുക്കളയിലെ പപ്പടക്കുട്ടയിൽ തന്നെ അവൻ ചെന്ന് വീണു. പക്ഷേ മുറിയൻ കിട്ടുവിനെ കൂട്ടുകാർ പരിഹസിച്ചതേയുള്ളൂ. പോടാ, ഞങ്ങളുടെ കൂട്ടത്തിൽ വരേണ്ട! അവർ കിട്ടുവിനെ തള്ളി താഴിട്ടു. സങ്കടം സഹിക്കാതെ കിട്ടു നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് നാണിയമ്മ വരുന്നത് അവൻ കണ്ടത്. പക്ഷേ നാണിയമ്മയ്ക്ക് അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നാണിയമ്മ ചൂലെടുത്ത് അവനെ തട്ടി പുറത്താക്കി. മുറിയൻ കിട്ടുവിനെ ആർക്കും വേണ്ടായിരുന്നു. പലരും വന്ന് അവനെ ചവിട്ടി. കിട്ടു പല പല കഷ്ണങ്ങളായി. അപ്പോഴാണ് എവിടെ നിന്നോ കുറേ കുഞ്ഞൻ ഉറുമ്പന്മാർ വന്നത്. അവർ പൊടിഞ്ഞ കിട്ടുവിനെ എടുത്ത് സന്തോഷത്തോടെ വരിവരിയായി വീട്ടിലേക്ക് മാർച്ച് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഒളിച്ചോട്ടം എന്ന പപ്പടത്തിൻ്റെ കുഞ്ഞിക്കഥ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ!